ഡ്രക്കോണാസ്ത്ര. യെസ്, ഇന്ത്യ റഷ്യ ന്യൂക്ലിയർ പവേർഡ് സ്റ്റെൽത്ത് സബ്മറൈൻ. 400 അടി നീളമുള്ള 13,000 ടൺ ഭാരമുള്ള SLCM അഥവാ സബ്മറൈൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽസ് ഉള്ള കടലിലും കടലിൽ നിന്ന് കരയിലേക്കും 12,000 കിലോമീറ്റർ വരെ ദൂരമുള്ള എനിമി ബേസിനെ തകർക്കാൻ കഴിയുന്ന ഒരു ഷാഡോ ആർസണൽ. ഇന്ത്യ റഷ്യയുടെ സാഗർ സോയൂസ് പാക്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു സംഘം പുറപ്പെട്ടു. ഡിഫൻസ് സെക്രട്ടറി, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, നേവൽ സ്റ്റാഫ് ചീഫ് തുടങ്ങിയ ഒരു സംഘം. ഈ മിസൈൽ ആക്റ്റീവാക്കാൻ ഒരു ലോഞ്ച് കോഡ് വേണം. 6 ഡിജിറ്റുള്ള കോഡ്. ഇതിൽ ആദ്യ 3 ഇന്ത്യയ്ക്കും ബാക്കി 3 റഷ്യയ്ക്കുമാണ്. അതായത് മറ്റേ രാജ്യത്തിൻ്റെ അപ്രൂവൽ കൂടാതെ എനിമി ബേസിലേക്ക് ഫയർ ചെയ്യാനാകില്ല. അങ്ങനെ ട്രീറ്റി സൈനിങ് ദിവസം എല്ലാവരും മോസ്കോയിലെത്തി. എന്നാൽ പരിപാടി നടക്കുന്നതിന് മുമ്പായി എറിക് റോമൻസ് എന്ന റഷ്യൻ മാഫിയ ഗ്രൂപ്പായ ബ്രാത്വയുടെ തലവൻ അവരിൽ ചിലരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ ഡിഫൻസ് സെക്രട്ടറി, നേവൽ സ്റ്റാഫ് ചീഫ്, 3 ഇന്ത്യൻ ഏജൻറ്റ്സ്, പിന്നെ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഡിഫൻസും ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫും ഉണ്ടായിരുന്നു. അന്ന് നല്ല സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായത് പിന്നീട് വലിയ വിവാദമായി. എന്നെ സോഡിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. SVR, റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസി, ഷെയർ ചെയ്ത ഡ്രോൺ സർവെയിലൻസ് ഫൂട്ടേജ് കാണിച്ചു തന്നു. ഒരു കാർഗോ ട്രക്കിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഔട്ട്സ്കേർട്സിലെ ദൃശ്യം. അവരെ അതിലേക്ക് കയറ്റുന്നു. ഒരു അബാൻഡൻഡ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. പിന്നീട് ഫൂട്ടേജ് കട്ടായി. എന്നോടുടൻ പുറപ്പെടാൻ പറഞ്ഞു. ഞാൻ മാത്രമാണ് ആദ്യം പോയത്. അവിടെ എത്തിയിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇഗോർ ബറാനോവ്, ex-KGB. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെത്തി. അയാളെ കണ്ടു. അയാൾ എന്നെ മറ്റ് 3 റഷ്യൻ ഏജൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇഗോർ ഇപ്പോഴും ആർമിയുടെ വിശ്വസ്തനാണ്. ആൻഡ് ഗസ് വാട്ട്, KGB സ്റ്റിൽ എക്സിസ്റ്റ്. ആർമിയുടെ മിഷൻ സീക്രട്ടാക്കി വയ്ക്കാൻ ഗവൺമെൻറ് വേറെ പ്ലാനിട്ടിരുന്നു. ഒരു ഡീകോയ് ടീമിൻ്റെ വേറെ രീതിയിലുള്ള അന്വേഷണമാണ് പുറത്തു കൊടുത്തിരുന്ന വാർത്ത. ഞങ്ങളുടേതല്ല. ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ പദ്ധതി നടക്കില്ലെന്ന് ഇഗോർ ഉറപ്പിച്ചു പറഞ്ഞു. ബ്രാത്വയുടെ നിലവിലെ പക്കാൻ അല്ലെങ്കിൽ ലീഡറാണ് എറിക് റോമൻസ്. അയാളുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ആന്റോൺ ബോറിസ്. ബോറിസിൻ്റെ സഹായം വേണമെന്ന് ഇഗോർ പറഞ്ഞു. അങ്ങനെ ബോറിസിനെ കാണാൻ തീരുമാനിച്ചു. ഇഗോറിന് എല്ലാം എളുപ്പമായിരുന്നു. ഞങ്ങൾ ബോറിസിനെ കണ്ടു. എന്നാൽ അയാൾക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ബ്രാത്വ ചൈനീസ് ട്രയാഡ്സുമായി കൈകോർക്കുന്നു. ഏകദേശം 2,000 കോടി ഇന്ത്യൻ റുപ്പി വിലയുള്ള ഡീൽ. മിലിറ്ററി ഗ്രേഡ് വെപ്പൺസ്, AK-103 ഡ്രോൺ ബേസ്ഡ് ബോംബ് അങ്ങോട്ട് കൊടുത്തിട്ട് ക്രിംസൺ ഡസ്റ്റ് എന്ന സിന്തറ്റിക് ഡ്രഗ് വാങ്ങുക. ഇങ്ങനെയുള്ള ഡീൽ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിനെ ആപത്ത്. എന്നാലും ഞാൻ വന്ന മിഷൻ പൂർത്തിയാക്കണം. എൻ്റെ ഒബ്ജക്റ്റീവ് നമ്പർ 1. പക്ഷേ ബോറിസ് ഡീലിന് മുമ്പേ അറ്റാക്ക് ചെയ്യാൻ പുറപ്പെട്ടു. കൂടെയുള്ള ആരോ ഒറ്റി. ബോറിസ് പിടിക്കപ്പെട്ടു. വളരെ ഓപ്പണായി പോകും ഗോൾഡൻ ഫിസ്റ്റ് പവേഴ്സ് യൂസ് ചെയ്താൽ. അതും ബ്രാത്വ, ട്രയാഡ്സ് എല്ലാം ഇടപെടുന്ന ഡീലിൽ. ഞങ്ങൾ പിന്നെയും അന്വേഷണം തുടങ്ങി. ബോറിസിൻ്റെ ദേഹത്ത് വച്ച ട്രാക്കർ അവസാനം മുർമാൻസ്കിൽ ചെന്ന് നിന്നു. മിനിസ്റ്റേഴ്സിനെ കൊണ്ടുപോയ സെയിം ട്രക്ക് ഞങ്ങൾ അവിടെ കണ്ടെത്തി. ഒരു വലിയ ഗോഡൗൺ ഏരിയ, ബ്രാത്വയുടെ സ്വന്തം. ഞങ്ങൾ ആ ഏരിയ മുഴുവൻ കറങ്ങി. ട്രയാഡ്സിലെ ആളുകളുമുണ്ട്. ഒരുപക്ഷെ സബ്മറൈൻ രഹസ്യം ലോഞ്ച് കോഡ്സ് എല്ലാം റോമൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അയാളെ എലിമിനേറ്റ് ചെയ്യണം. ഞാനും ഇഗോറും റഷ്യൻ ഏജൻസും പ്ലാനിട്ടു. ഡ്രോൺ പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ച് ഫേക്ക് തെർമൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ബ്രാത്വ അവരുടെ ആളുകളെ അങ്ങോട്ടേക്ക് ഗാർഡ് ചെയ്യും. ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ടണലുണ്ട്. പിച്ച് ബ്ലാക്കാണ്. നല്ല വെട്ടത്തിൽ മാത്രമേ എന്തെങ്കിലും കാണാനാകൂ. ബട്ട് എനിക്ക് ഇഷ്യൂ അല്ലല്ലോ. ഐ ക്യാൻ എക്കോ ലൊക്കേറ്റ് മൈ വേ. ഞാൻ മുകളിലെത്തുമ്പോൾ അവർ 15 മിനിറ്റിലേക്ക് പവർ കട്ടാക്കും. അതാണ് എൻ്റെ എക്സിറ്റ് ടൈം. ആ ടൈമിൽ ഡ്രോൺ ആൻഡ് ആർമി അറ്റാക്ക് മറ്റു സ്ഥലത്തു നിന്നുണ്ടാകും. അന്ന് രാത്രി 12 മണിയോടെ സിഗ്നൽ കൊടുത്തു. ഞാൻ 20 മിനിറ്റ് മുമ്പേ ടണൽ വഴി കയറി. ഒരു നൈറ്റ് ഗോഗിൾസ് പോലും എടുക്കാതെ ഞാൻ പോകുന്നത് കണ്ട് അവർ ഞെട്ടി. ഞാൻ ആദ്യം എത്തിയത് എൻ്റെയും അവരുടെ മിനിസ്റ്റേഴ്സിൻ്റെ റൂമിലാണ്. ആർമി അറ്റാക്ക് വന്ന സ്ഥലത്തൂടെ റഷ്യൻ റെസ്ക്യൂ ഫോഴ്സിൻ്റെ അടുത്തേക്ക് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. എൻ്റെ ദൗത്യം കഴിഞ്ഞു. എന്നാലും ആന്റോൺ ബോറിസിനെ രക്ഷിക്കാൻ മനസ്സ് പറഞ്ഞു. അയാളുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാമായിരുന്നു. അതിലെ വ്യത്യാസം അത് അയാൾ തന്നെ.
ഞാൻ അയാളെ കെട്ടിയിട്ടിരിക്കുന്ന മുറിയിലെത്തി. അവിടേക്ക് എറിക് റോമൻസ് അലറിക്കൊണ്ടുവന്നു, കൂടെ ട്രയാഡ്സും. ഞാൻ വളരെ ഭാരമുള്ളൊരു മേശ അവർക്ക് നേരെ എറിഞ്ഞു. പിന്നെ അവിടെ ചെറിയ സംഘട്ടനമായി. ആളുകൾ കൂടി. ഞാൻ എൻ്റെ ഗോൾഡൻ ഫിസ്റ്റ് ഉപയോഗിച്ചു. വളരെ വേഗത്തിൽ ഞാൻ നീങ്ങുന്നത് ബോറിസ് നോക്കി നിന്നു. ഇതിനിടയിൽ എറിക്കിനെ ബോറിസ് വെടിവെച്ചു. അപ്പോൾ എല്ലാവരും നിന്നു. പക്കാൻ മരിച്ചിരിക്കുന്നു. ബ്രാത്വ നിയമമനുസരിച്ച് പക്കാനെ തകർക്കുന്നവന് അടുത്ത പക്കാനാകാം. ആർമിയും അങ്ങോട്ടേക്കെത്തി. ബോറിസ് എന്നെ പ്രീസ്റക് എന്ന് വിളിച്ചു, അതായത് ഫാൻറ്റം. പിന്നീട് എപ്പോഴും ബോറിസ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ബോറിസ് പിന്നീട് ബ്രാത്വയുടെ പക്കാനായി. മനസാക്ഷിയില്ലാത്ത ഡീലിന് കൈ കൊടുക്കില്ലെന്ന് ബോറിസ് എനിക്ക് ഉറപ്പ് നൽകി. അങ്ങനെ ലോഞ്ച് കോഡ്സുമായി ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലെത്തി.